السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അപ്പോൾ നമ്മൾ ഇന്നലെ ഇൻഖിറാദുൽ അസ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞു വെച്ചത്. ശരിക്ക് ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം അതുമായി ബന്ധപ്പെട്ട PPT കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി വഖീല യുഷ്തറത്തുൽ ഇൻഖിറാദു ഫിൽ ഇജ്മാഇ സുകൂത്തി. ഇൻഖിറാദ് ഷർത്താണ്. അപ്പോൾ മുജ്മീങ്ങളുടെ കാലം കഴിയണം, ഓലൊക്കെ മരിച്ച് ഓല കാലം കഴിയണം. ഫിൽ ഇജ്മാഇ സുകൂത്തി, ഇജ്മാഇ സുകൂത്തിയിൽ കാലം കഴിയണം. എന്താണ് ഇജ്മാഇ സുകൂത്തി? ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് ബാക്കിൽ വരും അതിൻ്റെ ഓരോ കാര്യങ്ങളും. അപ്പോൾ മൊത്തത്തിൽ മനസ്സിലാക്കുക. ചില ആൾക്കാരുടെ വിഷയം പറഞ്ഞു, വാറിലൊരൊക്കെ മൗനം പാലിച്ചു. മൗനസമ്മതം മുഖേന രൂപപ്പെടുന്ന ഇജ്മാഅ് അത് ലഈഫാണ്. മറ്റേതിന് അത്ര ബലമില്ല. ഖൗലിയായ ഇജ്മാഇൻ്റെ ബലം അതിനില്ല. ഖൗലിയായ ഇജ്മാഅ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വാക്കാൽ പറഞ്ഞതാണ്. ആ ബലം അതിനില്ലാത്തത് കൊണ്ട് അതിൽ വല്ല കാലം കഴിയണം. കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞനുസരിച്ച് അന്നുണ്ടായിരുന്ന ചില മുജ്തഹിദുകൾ ഞങ്ങൾ അന്നാ പറഞ്ഞ അഭിപ്രായം അങ്ങനെയല്ല, അപ്പം നിങ്ങൾ അന്ന് യോഗത്ത് പങ്കെടുത്തില്ലേ, ഞങ്ങൾ അന്ന് അതിന് മിണ്ടാതിരുന്നിട്ടുള്ളൂ, മൗനം പാലിച്ച് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് ഇജ്മാഅ് സുകൂത്തിയാവുന്നു. അപ്പോൾ ഖിലാഫിൽ ഖൗലി, ഇജ്മാഅ് ഖൗലിക്കെതിരായി. അവിടെ ആ ഷർത്തില്ല, ഞാൻ എല്ലാവരും വാക്കാൽ പറഞ്ഞല്ലോ, വാക്കുകൊണ്ട് എല്ലാവരും ഏകോപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇജ്മാഅ് സ്ഥിരപ്പെട്ടു, കാലം കഴിയാൻ കാത്തിക്കണ്ട. സുകൂത്തിയാണെങ്കിൽ ഒരു കാലം കഴിയണം. വസയത്തി, എന്താണ് ഇജ്മാഅ് സുകൂത്തി? അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ബാക്കിൽ വരും. വഖീല യുഷ്തറത്തുൽ ഇൻഖിറാദു, ഇൻഖിറാദ് ഷർത്താക്കപ്പെടും. ഇൻകാന ഫീഹി ഐ ഫിൽ മുജ്മഇ അലൈഹി, മുജ്മഅ് അലൈഹിയായ വിഷയത്തിൽ മഹലത്തുള്ള വിഷയമാണെങ്കിൽ, ഒരു സാവകാശക്കുള്ള വിഷയമാണെങ്കിൽ, അത്ര എമർജൻസി കേസായിട്ടുള്ള വിഷയമൊന്നുമല്ല, എന്നാൽ കുറച്ചും കൂടെയൊക്കെ കാലം, കാരണം അത് ചിലപ്പോൾ അത്ര സാവധാന കാലം വെച്ചാൽ മതി എന്ന നിലക്കൊക്കെ ചിലപ്പോൾ ഇടപെടാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വിഷയത്തിൽ ഓരോ കാലം കഴിയണം. ബി ഖിലാഫി മാ ലാ മുഹലത്ത ഫീഹി, മുഹലത്ത് ഇല്ലാത്ത വിഷയങ്ങൾക്കെതിരായി ചില വിഷയങ്ങളൊക്കെ എമർജൻസി കേസിൽ പരിഗണിക്കേണ്ടതായിരിക്കും. അങ്ങനത്തെ വിഷയത്തിലൊക്കെ ശരിക്ക് ആലോചിച്ച് ഉറപ്പിച്ചിട്ട് തീരുമാനം പറയുള്ളൂ. കാരണം പറഞ്ഞ് ആയാൽ പിന്നെ പെട്ടു. അങ്ങനത്തെ വിഷയങ്ങളുടെ ഉദാഹരണം പറയുക, ഖത്ലുൻ നഫ്സി, ഒരാൾ തലവെട്ടുന്ന കേസാണ്. ഇപ്പോൾ എല്ലാവരും കൂടി ഇജ്മാഅി തലവെട്ടും. പിന്നെ വന്നിട്ട് ഞാൻ അന്ന് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ വെട്ടിയ തല തിരിച്ചേക്കാൻ കഴിയില്ലല്ലോ. വസ്തിബാഹത്തിൽ ഫർജി, ഒരു വിവാഹം, ഒരു രണ്ട് പുതിയാപ്പിളയും പുതിയണ്ണും ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മുജ്തഹിദീങ്ങൾ കൂടിയിട്ട് എല്ലാവരും കൂടി തീരുമാനം പറയണം. ആ തീരുമാനം പറയുന്ന സമയത്ത് മുജ്തഹിദീങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ തീരുമാനം പറയുന്ന സമയത്ത് അവിടെ ഇജ്മാഅ് രൂപപ്പെട്ടാൽ അത് അപ്പം തന്നെ ശരിക്കും ആലോചിച്ചിട്ടേ പറയുള്ളൂ അങ്ങനത്തെ വിഷയത്തിലൊക്കെ. ഇല്ലെങ്കിൽ അവിടെയൊക്കെ ശരിക്കും ആലോചിക്കാതെ പറയുകയാണെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിക്കാണ്ട് അല്ല അന്ന് പറഞ്ഞപ്പോൾ ശരിയല്ലേന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഭാര്യ ഭർത്താവും തമ്മിലുള്ള പണി തുടങ്ങിയിട്ടുണ്ടോ? ഭർത്താവ് ഇവിടെ ഫർജ് ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ തിരിച്ചു വെക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഇത് ലാ യസ്ദുറു ഇല്ലാ ബഅദ ഇംആനിൻ നദരി, നല്ല കൂലങ്കഷമായ ചിന്തക്കും ചർച്ചക്കും ശേഷം അല്ലാതെ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ അത്തരം ഇടപെടലുകളിൽ ഈ വിഷയത്തിൽ അത്തരം വിഷയങ്ങളിൽ എന്താണ്, ശരിക്ക് നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു അഭിപ്രായം പറയുള്ളൂ. അതുകൊണ്ട് അവിടെ ഇൻഖിറാദുൽ അസ്ർ വേണ്ട, അല്ലാത്തോടത്ത് ഇൻഖിറാദുൽ അസ്ർ വേണം. അതിൻ്റെ ഇടയിൽ നെറ്റ് ഒന്ന് ഓഫാക്കി കേട്ടോ, പ്രശ്നമാക്കണ്ട. കാരണം ഇതിന് മെസ്സേജ് ഇങ്ങനെ വരുമ്പോഴേ പോട്ടെ. വഖീല, അടുത്ത അഭിപ്രായം, ഇഷ്തറത്തുൽ ഇൻഖിറാദു, ഇൻഖിറാദ് ഷർത്താക്കപ്പെടും. ഇൻ ബഖിയ മിൻഹും ഐ മിനൽ മുജ്മഈന കസീർ,
മുജ്മിഈങ്ങളിൽ കുറേ ആൾക്കാർ ഇനി ബാക്കിയുണ്ടെങ്കിൽ, അപ്പോൾ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം കാതിരി തവാത്തുരിൻ്റെ എണ്ണം പോലെ അങ്ങനെ തന്നെ ആവണമെന്നില്ല. അപ്പോൾ ആ ഒരു 10 മുജ്തഹിദികളാണ് അന്ന്. ഇപ്പോൾ ഇവിടെ നമ്മളെ ഉദാഹരണത്തിൽ നമ്മളെ ലോകം കേരളാട്ടോ, ഒരു 30 മുജ്തഹിദീങ്ങളുള്ളത് വെക്കുക. ഒരു വിഷയത്തിൽ ഒരു ഇജ്മാഅ്, ആ ഇജ്മാഅ് ആയ കാലത്തുള്ള ആ ഇജ്മാഅയിൽ പങ്കെടുത്ത മുജ്തഹിദീങ്ങളിൽ നിന്ന് ഒരു 20 ആൾക്കാർ ഇനി ബാക്കിയുണ്ട് വെക്കുക. അപ്പോൾ കസീർ ബാക്കിയുണ്ട്. അപ്പോൾ കസീറിൻ്റെ കാലം കഴിയണം. ചുരുക്കി പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞിടത്തേക്കാണ് പോവുക. ഖലീലിൻ്റെ മുഖാലഫത്ത് പ്രശ്നമില്ല. അപ്പോൾ കസീറിൻ്റെ കാലം കഴിയണം. കസീർ ബാക്കിയാണെങ്കിൽ ഓരോ കാലം കഴിയണവരെ കാത്തിക്കണം. ബിഖിലാഫിൽ ഖലീലിനെതിരായി ഇതിൽ ഇഅ്തിബാറ ബിഹി. അപ്പോൾ ഇതിൻ്റെ ഖുലാസ നമ്മൾ നേരത്തെ പറഞ്ഞിടത്തേക്കാണ് പോവുക. ഖലീലിൻ്റെ ഇത് പരിഗണിക്കണോ വേണ്ടേ, ഭൂരിഭാഗവും കഴിഞ്ഞ് കിടന്നാൽ മതിയോ മതിയില്ല എന്നുള്ള ചർച്ച നടക്കാൻ പോവുക. ഫൽ മുഷ്തറത്തു ഹീന ഇതിൻ കണ്ടോ, ഫൽ മുഷ്തറത്തു ഹീന ഇതിൻ ഈ പറഞ്ഞതനുസരിച്ചുള്ള ഷർത്താക്കപ്പെട്ടത് ഇൻഖറാദു മഅദൽ ഖലീല അല്ലെങ്കിൽ മഅദൽ ഖലീലല്ലാത്തത് കഴിഞ്ഞ് കിടക്കുക. അപ്പോൾ കസീറും കഴിഞ്ഞ് കിടക്കണം. ഖലീൽ അവിടെ ബാക്കി ഉണ്ടായിക്കോട്ടെ എന്നോടത്തേക്കാണ്. ഖലീൽ ബാക്കിയാണോ കുഴപ്പമില്ല, കസീർ കഴിഞ്ഞ് കിടന്നാൽ മതി എന്നോടത്തേക്കാണ്. ഇപ്പോൾ ഓരോ കാലം കഴിഞ്ഞാൽ മതി. അവർക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ഷർത്തിൻ്റെ ആകത്തുക എത്തുക. പിന്നെ അത് കഴിഞ്ഞു. ഇനി ഇൻഖിറാദുൽ അസ്റുമായി ബന്ധപ്പെട്ട ചർച്ച കഴിഞ്ഞേ. അപ്പോൾ വഉലിമ അന്നഹു ലാ യുഷ്തറത്തു ഫി തമാദി സമനി. ഇനി അടുത്ത ചർച്ച ഇൻഖിറാദുൽ അസ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കഴിഞ്ഞു. പല അഭിപ്രായങ്ങളും പറഞ്ഞു. ഒക്കെ ശരിക്കും വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയെടുക്കുക. വഉലിമ മനസ്സിലാക്കപ്പെട്ടു അന്നഹു ലാ യുഷ്തറത്തു ഫി ഇൻഇഖാദിൽ ഇജ്മാഇ ഇജ്മാഅ് മുൻഅഖിദാകുന്നതിൽ ഷർത്താക്കപ്പെടുകയില്ല. തമാദി സമൻ കാലം ഇങ്ങനെ നീണ്ടുപോകണം. നേരത്തെ പറഞ്ഞത് രണ്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ കാലം കഴിയുക, മുജ്മിഈങ്ങളുടെ കാലം കഴിയുകയാണ്. ഇപ്പോൾ പറഞ്ഞ അങ്ങനെയല്ല. മുജ്മിഈങ്ങളുടെ കാലം കഴിയണ അത് വേറെ വിഷയം, അതല്ല ചർച്ച. കുറച്ചിങ്ങനെ ഒരു വിഷയത്തിൽ ഇജ്മാ അയക്കാണ്ട് ആ ഇജ്മാൻ്റെ മേലിൽ കുറച്ച് കാലം ഇങ്ങനെ നിലനിൽക്കണം. എന്നാലേ ഇജ്മാ സ്ഥിരപ്പെടുള്ളൂ. കുറച്ച് കാലം ഇങ്ങനെയാണ് നിലനിന്നെങ്കിലേ ഇജ്മാ സ്ഥിരപ്പെടും. നിലനിൽക്കാതെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാകുക, അത് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. തമാദി സമനി അലൈഹി, ആ ഇജ്മാൻ്റെ മേൽ കാലം കുറച്ച് ഇങ്ങനെ നീളൽ ഷർത്തില്ല എന്ന് താരീഫ് എന്ന് മനസ്സിലാവും. അങ്ങനെ താരീഫിൽ അങ്ങനെ കാലം നീളണമെന്ന് പറഞ്ഞിട്ടില്ല. ഇത്തിഫാഖ് ഉണ്ടാകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത്ര കാലം അത് നിലനിൽക്കണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ലിസിദ്ഖ് താരീഫിഹി, ഇജ്മാഇൻ്റെ താരീഫ് സ്വാദിഖാകുന്നു. മഅ ഇൻതിഫാഇ തമാദി അലൈഹി, ആ ഇജ്മാഇൻ്റെ മേലുള്ള തമാദി ഇല്ലാതിരിക്കലോടുകൂടെ തന്നെ. തമാദി ഇല്ലാതുണ്ടെങ്കിലും ഇത്തിഫാഖും മുജ്തഹിദുൽ ഉമ്മ ബഅദ വഫാത്തി എന്ന് പറഞ്ഞ് ആ സാധനം ഫിറ്റാണ്. ഈ തമാദി ഇല്ലാതൊക്കെ എന്നുള്ളത് എങ്ങനെ ഉണ്ടാകാൻ അപ്പോൾ ശരിക്കും മനസ്സിലാവുള്ളൂ. കാൻ മാത്തൽ മുജ്മിഊന അഖിബഹു, മുജ്മിഈങ്ങളാണ് മരിച്ചു. അഖിബഹു ഇജ്മാഇൻ്റെ ഉടനെ അവന് മരിച്ചു. അപ്പോൾ ഒരു ഉദാഹരണം സങ്കല്പിക്കുക. ഒരു കെട്ടിടത്തിലായിരുന്നു മുജ്മിഈങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഫ്ലാറ്റിൽ. ആ ഫ്ലാറ്റിൻ്റെ ഒരു ഭാഗത്ത് ഒരു യോഗം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടത്തി ആ വിഷയത്തിൽ തീരുമാനമെടുക്കുകയാണ്. ഒരു 10-30 ആൾക്കാരുടെ സങ്കല്പിച്ചോളി. ഈ 10-30 മുജ്മിഈങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് തീരുമാനമെടുത്തു. എല്ലാവർക്കും ഏകകണ്ഠമായ ഒരു അഭിപ്രായം. എന്നിട്ട് അഭിപ്രായം എല്ലാവരും വാക്കാൽ പറഞ്ഞ് പാസ്സാക്കി ഇജ്മാ രൂപപ്പെട്ടിട്ട് പോലെ ചായ കുടിച്ചാൻ വേണ്ടി അതിൻ്റെ അടുത്ത കേന്ദ്രത്തേക്ക് ഇറങ്ങി. ചായ കുടിക്കാൻ വേണ്ടി അടുത്ത കേന്ദ്രത്തേക്ക് ഇറങ്ങി. 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ചായ കുടിച്ചുകൊണ്ടിരിക്കുക ചെറിയൊരു ഭൂചലനം, ഒരു ഭൂമി കുലുക്കുണ്ടായി. ആ കെട്ടിടം അങ്ങോട്ട് വീണു. ബേജാറാവേണ്ട ഉദാഹരണമാണ്. ആ കെട്ടിടം അങ്ങോട്ട് നിലം പൊത്തി. എന്തായി? ഇജ്മാ രൂപപ്പെട്ടിട്ട് 10 മിനിറ്റ് ആയിട്ടില്ല, മുജ്മിഈങ്ങളൊക്കെ മരിച്ചു. ഇവിടെ ഇജ്മാൻ്റെ മേൽ കാലം നിലനിൽക്കുന്നുണ്ടായോ? ഉണ്ടായില്ല. ഈ ഇജ്മാ സ്ഥിരപ്പെട്ടു എന്ന് പറയാൻ പറ്റൂല എന്നാണ് ഇപ്പോൾ ഈ ഷർത്ത് ഉണ്ട് എന്ന് പറഞ്ഞവർക്ക് പറയാം. അങ്ങനെ ഒരു ഷർത്തില്ല. ബിഖുറൂരി സഖഫിൻ അത് വലുതാലിക്ക മഹല്ലിമ പറഞ്ഞ ഉദാഹരണം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. വ ഷറത്തഹു അയ തമാദിയ,
തമാദിയെ ഷർത്താക്കി ഇമാമുൽ ഹറമൈനി തങ്ങൾ ഷർത്താക്കി. ഇമാമുൽ ഹറമൈനി തങ്ങൾ ഷർത്താക്കി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കുറച്ച് വലിയ വിഷയം തന്നെയാണ്. അല്ലെങ്കിൽ മൂപ്പര് കാര്യപ്പെട്ട ആളാണോ. ഇമാമുൽ ഹറമൈനി തങ്ങൾ തമാദി ഷർത്താണെന്ന് പറഞ്ഞു. എവിടെ? ഫിൽ ഇജ്മാഉൽ ദന്നി. ഇജ്മാഉൽ ദന്നിയാണെങ്കിൽ, ഇജ്മാഉൽ ഖത്ഇ, ഇജ്മാഉൽ ദന്നി എന്താ വ്യത്യാസം? അതൊക്കെ ഇൻഷാ അല്ലാഹ് ബാക്കിൽ വരും. ചില ഇജ്മാ കൊണ്ട് ലന്നേ കിട്ടുള്ളൂ, ചില ഇജ്മാ കൊണ്ട് ഖത്ഇ കിട്ടും. അതൊക്കെ ബാക്കിൽ വരും. ലന്ന് കിട്ടുന്ന ജാതി ഇജ്മാ ആണെങ്കിൽ കുറച്ച് സമയം അതിൻ്റെ മേലെ നിൽക്കണം എന്നാണ് ഇമാമുൽ ഹറമൈനി തങ്ങളുടെ പക്ഷം. അതെന്തേ? ലിയസ്തഖിറ റഅയു അലൈഹി. ഇപ്പം ചർച്ച ചെയ്താണ് പിരിഞ്ഞിട്ടുള്ളൂ. ഇപ്പം എല്ലാവർക്കും അഭിപ്രായം അത് തന്നെയാണ്. ഇനി നാളെയും മറ്റന്നാളെയും കുറച്ച് ദിവസമൊക്കെ ആയിട്ട് അതൊന്നുകൂടെ ഒക്കെ ഇങ്ങനെ ആയിട്ട് ആ അഭിപ്രായം കൊണ്ട് ഉറക്കട്ടെ. ഒന്ന് ഉറക്കാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഉറക്കൽ ഏതുപോലെ? ഖത്ഇ പോലെ. ഖത്ഇയാകുമ്പോൾ അപ്പം തന്നെ ഉറക്കും എന്നതുപോലെ ഖത്ഇയാകുമ്പോൾ ഇസ്തിഖ്റാറു റഅയ് ഉണ്ടാകുന്ന പോലെ ലന്നയിൻ്റെ മേൽ ഇസ്തിഖ്റാറു റഅയ് ഉണ്ടാകാൻ വേണ്ടി തമാദി സമര് വേണം ലന്നയാകുന്നിടത്ത് എന്ന് ഇമാമുൽ ഹറമൈനി. കൽ ഖത്ഇ എന്നുള്ള ആ തശ്ബീഹ് ഒന്നും മാറരുത്. ഖത്ഇ പോലെ എന്ന് പറഞ്ഞാൽ ഖത്ഇയാകുമ്പോൾ ഇസ്തിഖ്റാറു റഅയ് ഉണ്ട് എന്നതുപോലെ ലന്നയിലും ഇസ്തിഖ്റാറു റഅയ് ഉണ്ടാകാൻ വേണ്ടി. വസയത്തി തമീസ് ബൈനഹുമ. എന്താണ് ഖത്ഇ ലന്നി? ആ ഇൻഷാ അല്ലാഹ് ബാക്കിൽ വരും. അതും കഴിഞ്ഞു. ഇനി അടുത്തത് വഉലിമ. താരീഫ് എന്ന് മനസ്സിലായി. നമ്മളെ വരുന്ന വഴി മറക്കരുതേ. വരുന്ന വഴി എന്താണ്? ഓരോന്ന് പറയാം, ഓരോ താരീഫ് നിന്ന് കിട്ടിയ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം, അതിൻ്റെ മസ്അല അവിടെ തന്നെ തീരുമാനാക്കുക, അങ്ങനെ പറഞ്ഞു പോവുകയാണ്. വഉലിമ അന്ന ഇജ്മാഅൽ ഉമമി സാബിഖീന അലാ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ഉമ്മത്തിനേക്കാൾ സാബിഖീങ്ങളായ ഉമ്മത്തിൻ്റെ ഇജ്മാ, മുൻകാല ഉമ്മത്തുകളുടെ ഇജ്മാ, മുൻകാല ഉമ്മത്തുകളുടെ ഇജ്മാ. പിന്നെ ഫുലാൻ ഇന്ന പ്രവാചകൻ്റെ ഉമ്മത്തിൽ ഇങ്ങനെ ഇജ്മാ ഉണ്ട് എങ്കിൽ അത് നമുക്ക് ഇജ്മാ ആയിട്ട് ബാധിക്കുമോ? അതില്ല. ഗൈറ ഹുജ്ജത്തിൻ ഫി മില്ലത്തിഹി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മില്ലത്തിൽ അത് ഹുജ്ജത്തല്ല. അത് ഹുജ്ജത്തല്ല എന്നിപ്പോൾ താരീഫിന് എവിടെ കിട്ടി? ഇത്തിഫാഖു മുജ്തഹിദിൽ ഉമ്മത്തി. ഈ ഉമ്മത്തിന് ബാധകം. ഹൈസു ഉഖിദ ഉമ്മത്തുഹു. ഇത്തിഫാഖു മുജ്തഹിദിൽ ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് എന്ന ആ ഒരു ഉമ്മത്ത് എടുക്കപ്പെട്ട നിലക്ക് ഫി താരീഫി. അത് താരീഫ് എന്ന് മനസ്സിലാകുന്നുണ്ട്. മസ്അല അങ്ങനെ തന്നെയാണോ? വഹുവൽ അസഹു. അതന്നെയാണ് അസഹു. കാരണം എന്താ? ഈ ഉമ്മത്തിൽ ഇവിടെ ഇജ്മാ ദലീലാണ് എന്ന്, ഇജ്മാ എന്ന സാധനം ഒരു പിടിക്കാവുന്ന ദലീലാണ് എന്നതിൻ്റെ തെളിവായിട്ട് വരുന്ന ഹദീസ് ലിഖ്തിസാസി ദലീലി ഹുജ്ജിയത്തിൽ ഇജ്മാ. ഇജ്മാ ഹുജ്ജത്താണ്, ഹുജ്ജയ്യത്ത് അതിൻ്റെ ഹുജ്ജത്താകലിൻ്റെ ദലീൽ. ഇജ്മാ എന്ന സാധനം ഹുജ്ജത്തായിട്ട് സ്വീകരിക്കാം. അതിൻ്റെ ദലീൽ ഖാസാണ് ബി ഉമ്മത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഖാസാണ്. കഹദീസ് ഇബ്നു മാജ വഗൈരിഹി അന്നഹു ഇന്ന ഉമ്മത്തി ലാ തജ്തമിഉ അലാ ളലാല. എൻ്റെ ഉമ്മത്ത് ലാ തജ്തമിഉ അലാ ളലാല. എൻ്റെ ഉമ്മത്ത് എന്നാണ് പറഞ്ഞത്. അവിടെ മൊത്തം ഉമ്മത്തല്ല. എൻ്റെ ഉമ്മത്ത് ലലാലത്തിൻ്റെ മേൽ ഒരുമിച്ച് കൂടൂല. അപ്പോൾ ഇതാണ് ലലാലത്തിൻ്റെ മേൽ ഉമ്മത്ത് മൊത്തം ഒരുമിച്ച് കൂടാന്നുള്ളത് ഉണ്ടാവില്ല. ഇതാണിപ്പോൾ ഇജ്മാ ഹുജ്ജത്താകാനുള്ള ഒരു ദലീൽ. ഇത് മാത്രമല്ല, ഇവിടെ എൻ്റെ ഉമ്മത്ത് തന്നെ പരാമർശമുണ്ട്. അപ്പോൾ മുൻകാല ഉമ്മത്തുകളുടെ ഇജ്മാ ഇങ്ങോട്ട് ബാധകമല്ല. കയ്യില ഇന്നഹു ഹുജ്ജത്തുൻ, ഹുജ്ജത്താണ് എന്ന് കയ്യില. ഓലെന്താ ഹുജ്ജത്താണെന്ന് പറയാൻ കാരണം? ബിനാഅൻ അലാ അന്ന ശറഅഹും ശറഉൻ ലനാ. കൺസെപ്റ്റ് രണ്ടാ. മുൻകാല ഉമ്മത്തുകൾക്കുള്ള ശരീഅത്ത് അത് നമ്മുടെ ശരീഅത്ത് നമുക്കത് ബാധകമാണോ? അതിനെതിരായിട്ട് നമ്മളെ ഉമ്മത്തിൽ വേറെ വിഷയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ ശറഅ് നമുക്ക് ശറഅായിട്ട് ബാധകമാണോ? ആണ്, അല്ല. രണ്ട് അഭിപ്രായമാണ്. ആണ് എന്നത് പ്രകാരം ആ ഉമ്മത്തിൻ്റെ ശറഅ് നമുക്കും ഒരു ശറഅാണ് എന്നതിൻ്റെ മേലെടുത്തിട്ട് ആ പറഞ്ഞ ആൾക്കാർ ഓരോ ഹുജ്ജത്ത് നമുക്ക് ഹുജ്ജത്താണെന്ന് സ്വാഭാവികമായിട്ടും പറയും. അതാണ് ആ ഖിലാഫ്. അങ്ങനെയാണോ? വസയത്തിൽ കലാമു ഫീഹി. ആ വിഷയത്തിലുള്ള ചർച്ച ഇൻഷാ അല്ലാഹ് അതിൻ്റേതായ ഏരിയയിൽ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് വരും. പിന്നെ ഞാൻ അടുത്തത് വഉലിമ. താരീഫ് എന്ന് മനസ്സിലായി. വഉലിമ താരീഫ് എന്ന് മനസ്സിലായി. അന്നൽ ഇജ്മാ ഖദ് യകൂനു അൻ ഖിയാസിൻ. അടുത്ത മനസ്സിലായത് പറയണേ, മനസ്സിലാക്കണം.
ശരിക്കും മനസ്സിലാക്കണം. വഉലിമ അന്നഹു അൽ ഇജ്മാഅ ഖദ് യകൂനു അൻ ഖിയാസിൻ. ഇജ്മാഅ ഖിയാസ് മുഖേന ഉണ്ടാകും. ഇജ്മാഅ ഖിയാസ് മുഖേന ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇജ്മാഅന് ഒരു മുസ്തനദ് വേണമെന്നാണ്, ഒരവലംബം. ഏത് ഇജ്മാഅനും അതിന് ചാരി നിൽക്കാൻ ഒരവലംബം വേണം, ഒരു മുസ്തനദ് എന്ന് പറയും. ആ മുസ്തനദ് പലതും ആവാം. നസ്സാകാം, ഖുർആനാകാം, ഹദീസാകാം, അനക്കാവാം. അത് ഖിയാസും ആകാം. ഖിയാസ് മുഖേന ഇജ്മാ ഉണ്ടാവാം. അപ്പോൾ ഒരു ഇജ്മാ രൂപപ്പെടണം. ഈ ഇജ്മാൻ്റെ മുസ്തനദ് എന്താ? ഒരു ഖിയാസാണ്. അങ്ങനെ ഉണ്ടാവാം. ലിഅന്നൽ ഇജ്തിഹാദ, എന്താ കാരണം? ലിഅന്നൽ ഇജ്തിഹാദ്, അത് താരീഫ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. വലിമാന ഈ താരീഫ് നിന്ന് കിട്ടും. താരീഫ് എന്ന് എങ്ങനെയാണ് കിട്ടുക? ലിഅന്നൽ ഇജ്തിഹാദ, ഇജ്തിഹാദ് എന്ന പദം അൽ മഅഖൂദ ഫീ തഅരീഫിഹി, ഇജ്മാഇന്റെ ഖിയാസിൽ സ്വീകരിക്കപ്പെട്ട ഇജ്തിഹാദ് എന്ന ആ പദം ലാ ബുദ്ദ ലഹു മിൻ മുസ്തനദിൻ, അതിനൊരു മുസ്തനദ് കൂടാതെ കഴിയൂല. കമാ സയത്തി, മുസ്തനദ് വേണമെന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഇജ്തിഹാദിന്റെ ബാബിൽ വരും. വൽ ഖിയാസു, ഖിയാസാകുന്നത് മിൻ ജുംലത്തിഹി, ആ മുസ്തനദിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ താരീഫിലേക്ക് വരാം. ഇത്തിഫാഖു മുജ്തഹിദിൽ ഉമ്മ, ഉമ്മത്തിലെ മുജ്തഹിദുകൾ. അപ്പോൾ മുജ്തഹിദ് എന്ന പദം താരീഫിലുണ്ട്. മുജ്തഹിദ് എന്ന പദം ഉണ്ടാകുമ്പോൾ ഇജ്തിഹാദ് എന്ന പദം അവിടെ സ്വാഭാവികമായിട്ടും വന്നു. ഏതൊരു ഇജ്തിഹാദിനും ഒരു മുസ്തനദ് വേണം. ഇജ്തിഹാദിൻ്റെ മുസ്തനദ് വേണം എന്നത് അതിൻ്റെ ബാബിൽ ചർച്ച ചെയ്യും. ആ മുസ്തനദിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധനമാണ് ഖിയാസും. അപ്പോൾ ഖിയാസ് മുഖേനയും ഇജ്തിഹാദ് ഉണ്ടാവാം, ഖിയാസ് മുഖേനയും ഇജ്മാ ഉണ്ടാകാം എന്ന് ആ പറഞ്ഞത് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ആ മനസ്സിലായ വഴി നോക്കണേ. ഈ താരീഫിലുള്ളത് മുജ്തഹിദ് എന്ന ഇസ്മു ഫായിലാണ്. ആ മുജ്തഹിദ് എന്നോർത്തുനിന്ന് എന്ത് കിട്ടി? ഇജ്തിഹാദ് എന്ന മാത്ത കിട്ടി. അപ്പോൾ ഇജ്തിഹാദ് ഉണ്ടാവുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇജ്തിഹാദിന് എന്തായാലും ഒരു മുസ്തനദ് വേണമെന്ന് മനസ്സിലായി. ആ മുസ്തനദിൻ്റെ കൂട്ടത്തിൽ ആരും വരാം, ഖിയാസും വരാം. പിന്നെ എന്താ ചർച്ച വരാനുള്ള കാരണം എന്താ? അത് ഇൻഷാ അല്ലാഹ് കുറച്ച് പറയുമ്പോൾ മനസ്സിലാവും. ഖിലാഫൻ ആണോ? ഖിലാഫായിട്ട് ലിമാനിഇ ജവാസി ദാലിക ഔ വുഖൂഇഹി മുത്ലഖൻ ഔ ഫിൽ ഖഫി. ഖിലാഫൻ ലിമാനിഇ ജവാസി ദാലിക, ദാലിക എന്ന് പറഞ്ഞാൽ ഐൽ ഇജ്മാഅ അൻ ഖിയാസ്, ഖിയാസ് മുഖേനയുള്ള ഇജ്മാഇൻ്റെ ജവാസിനെ മന്നു ചെയ്തു എന്ന് പറഞ്ഞാൽ, ഖിയാസ് മുഖേനയുള്ള ഇജ്മാഇൻ്റെ ജവാസ് മന്നു ചെയ്തു പറഞ്ഞാൽ അത് ഉണ്ടാകാൻ തന്നെ പറ്റൂല, ജായിസേ അല്ല. അങ്ങനെ പറഞ്ഞവർക്കെതിരായി, അങ്ങനെ പറഞ്ഞവരുണ്ട്. ഔ മാനി വുഖൂഇഹി, ഖിയാസ് മുഖേനയുള്ള ഇജ്മാഇൻ്റെ വുഖൂഇനെ മന്നു ചെയ്തു. വുഖൂഇനെ മന്നു ചെയ്തു പറഞ്ഞാൽ ജായിസ് ഉണ്ടാകണതിന് ഇപ്പോൾ ആലോചിച്ചാൽ പ്രശ്നമൊന്നുമില്ല, ജവാസ് ഉണ്ട്, പക്ഷേ ഉണ്ടായിട്ടില്ല, വുഖൂ ഉണ്ടായിട്ടില്ല. ഇതുവരെ അങ്ങനെ ഖിയാസ് ഉണ്ടായിട്ടില്ല, വാഖി ആയിട്ടില്ല. വുഖൂഇനെ മന്നു ചെയ്തു. ആദ്യം പറഞ്ഞത് ജവാസന്നെ മന്നു ചെയ്തു. ജവാസന്നെ മന്നു ചെയ്താൽ ഇനി അവിടെ വുഖൂ ഉണ്ടോ എന്ന് ചർച്ചക്കടെ പ്രസക്തി തന്നെ ഇല്ല. രണ്ടാമത് വുഖൂഇനെ മന്നു ചെയ്താൽ ആദ്യം ജവാസ് അവിടെ ഉണ്ടാവണം. ഉണ്ടാവണേ ജായിസാണ്, പക്ഷെ അതിൽ ഉണ്ടായിട്ടില്ല, വുഖൂ മന്നു ചെയ്തു. രണ്ടോടത്തുക്കും മുത്ലഖൻ, കട്ടക്ക്, ഖിയാസ് ജലിയാവട്ടെ, ഖിയാസ് ഔലയാകട്ടെ, ഖിയാസ് ഖഫിയാവട്ടെ, എന്താവട്ടെ തീരെ ജായിസേ അല്ല. ഖിയാസ് ജലിയാവട്ടെ, ഖഫിയാകട്ടെ ജായിസ് ഉണ്ടാവാം, പക്ഷേ വുഖൂ ഉണ്ടായിട്ടില്ല. അതാണ് മുത്ലഖൻ ഔ ഫിൽ ഖിയാസിൽ ഖഫി. മുത്ലഖൻ ഇത്ലാഖ്, ഔ ഫിൽ ഖിയാസിൽ ഖഫി, ഖഫിയായ ഖിയാസിൽ ജായിസിനെ മന്നു ചെയ്തു, അല്ലെങ്കിൽ വുഖൂവിനെ മന്നു ചെയ്തു. ദൂനൽ ജലി, ജലിയായ ഖിയാസിൽ കൂടാതെ. അവിടെ അങ്ങനെയല്ല. ഖിയാസ് ഖഫിയാണെങ്കിൽ അവിടെ ജവാസിനെ പറ്റുന്നില്ല, ഖിയാസ് മുഖേന പറ്റൂല. ജലിയായ ഖിയാസ് ആണെങ്കിൽ ഖിയാസ് മുഖേനക്കാവാം. അപ്പോൾ മുത്ലഖൻ എന്ന് പറഞ്ഞതും അല്ലെങ്കിൽ ഔ ഫിൽ ഖിയാസിൽ ഖഫി, അപ്പോൾ ഖിയാസ് ഖഫിയും ജലിയും വേർതിരിച്ച ഈ തഫ്സീലും, മുത്ലഖൻ എന്നുള്ള ഇത്ലാഖ് ഒന്ന്, ഔ ഫിൽ ഖിയാസിൽ ഖഫി ദൂനൽ ജലി, ജലിയും ഖഫിയും രണ്ടാക്കിയ തഫ്സീൽ, ഇത് രണ്ടും മേലെ പറഞ്ഞ രണ്ടിടത്തും കൊണ്ട് നടത്തും. ഖിലാഫൻ ലിമാനിഇ ജവാസി ദാലിക മുത്ലഖൻ ഔ ഫിൽ ഖിയാസിൽ ഖഫി ഔ മാനി വുഖൂഇഹി മുത്ലഖൻ ഔ ഫിൽ ഖിയാസിൽ ഖഫി, രണ്ടിടത്തും കൊണ്ട് നടത്തും. വസയത്തി തമീസു ബൈനഹുമ, എന്താണ് ഖിയാസ് ഖഫി, എന്താണ് ഖിയാസ് ജലി
കുറച്ചൊക്കെ ആ വാക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഖഫിയ്, എന്താണ് ജലിയന. വളരെ വ്യക്തമായതാണ്. ഖഫിയാകുമ്പോൾ അപ്പോൾ വ്യക്തമല്ലാത്തത്. വളരെ വ്യക്തമായതാണെങ്കിൽ അതിപ്പോൾ ഇനി ഖിയാസ് മുഖേനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഖഫിയാണെങ്കിൽ ഖിയാസ് മുഖേന ജായിസേ അല്ല എന്നൊരു കൂട്ടർ, ജായിസാകാം പക്ഷെ ഉണ്ടായിട്ടില്ല എന്ന് വേറൊരു കൂട്ടർ. വൽ ഇത്ലാഖു വത്തഫ്സീലു വൽ ഇത്ലാഖു മുത്ലഖൻ എന്ന് പറഞ്ഞത് വത്തഫ്സീലു തഫ്സീൽ പറഞ്ഞാൽ ഖിയാസ് ഖഫിയും ജലിയും രണ്ടാക്കിയ ആ തഫ്സീൽ റാജിആനി മടങ്ങുന്നതാണ് ഇലാ കുല്ലി മിനൽ ജവാസി വൽ വുഖൂഇ. ജവാസിനെ മന്ന് ചെയ്തു എന്ന് പറഞ്ഞിടത്തുകൊണ്ട് വുഖൂഇനെ മന്ന് ചെയ്തു എന്ന് പറഞ്ഞിടത്തുകൊണ്ട് നമ്മളൊക്കെ വിശദമായിട്ട് പറഞ്ഞത്, ഇങ്ങനെ കൂടുതലായിട്ട് ആവർത്തിക്കണില്ല. വജുഹുൽ മൻഇ പറ്റൂല എന്ന് പറഞ്ഞതിൻ്റെ ന്യായം, ഒരു മൊത്തത്തിലൊരു ന്യായം പറയാം. വജുഹുൽ മൻഇ, അതായത് മൊത്തത്തിൽ ഇപ്പം എന്ത് വന്നു, ഖിയാസ് മുഖേന ഇജ്മാ രൂപപ്പെടാൻ പാടില്ല. അതിൽ വിശദാംശങ്ങളൊക്കെ വന്നു. ജവാസാണോ മൻഇ പറ്റുന്നില്ല എന്നാണോ, ജായിസേ അല്ല എന്നാണോ, ജായിസാകാൻ ആലോചിച്ചപ്പോൾ എന്താ കുഴപ്പം ഉണ്ടായിക്കൂടെ പക്ഷെ അതിന് ഉണ്ടായിട്ടില്ല എന്നാണോ, മുത്ലഖനാണോ, ഖിയാസ് ഖഫിയിലും ജലിയിലും വ്യത്യാസപ്പെടുത്തി എന്താണെങ്കിലും ഖിയാസ് മുഖേന മൊത്തത്തിൽ ഇജ്മാ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ന്യായം അന്നൽ ഖിയാസ, കാരണം ഖിയാസും ഇജ്മാവും തമ്മിൽ ഏച്ചു കൂടുമ്പോൾ അത് ഒലക്കി പാന്തു ഏച്ചു കൂട്ടിയമാരുണ്ടാവും എന്നാൽ പോലും പറഞ്ഞത്. അന്നൽ ഖിയാസ ഖിയാസ് ലിക്കൗനിഹി ലന്നിയൻ, ഖിയാസ് ലന്നിയൻ, അവിടെ ലന്നേ കിട്ടുള്ളൂ. ഫിൽ അഗ്ലബി, അഗ്ലബിലും ഖിയാസ് ലന്നിയാണ്, അപൂർവമായിട്ട് അദ്ദേഹം തിരിച്ചു വരുള്ളൂ. അപ്പോൾ അഗ്ലബിലും ലന്നിയായ സാധനമാണ് ഖിയാസ്. ലന്നിയായ സാധനമായതുകൊണ്ട് യജൂസ് മുഖാലഫത്തുഹു, അതിന് മുഖാലഫത്ത് ജായിസാകും. അർജഹ മിൻഹു, അതിനേക്കാൾ അർജഹായ വാർന്നു വന്നാൽ ഇത് മുഖാലഫത്ത് ചെയ്യാൻ പറ്റും. ഫലൗ ജാസൽ ഇജ്മാഉ അൻഹു, അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഖിയാസ് മുഖേന ഇജ്മാഇ ജായിസായാൽ ലജാസ മുഖാലഫത്തുൽ ഇജ്മാഇ, മുഖാലഫത്തുൽ ഇജ്മാ എന്നൊക്കെ ഉണ്ട്, അനാവുല ലജാസ മുഖാലഫത്തുൽ ഇജ്മാഇ, ആ ഇജ്മാഇനെയും മുഖാലഫത്ത് ജായിസാന്ന് വരേണ്ടി വരും. അപ്പോൾ ഇങ്ങോട്ട് വരിക ഇവിടെ അപ്പോൾ ഇവിടെ ഒരു ഖിയാസ് ഉണ്ട് നമ്മളെടുത്ത്. ഈ ഖിയാസ് മുഖേനയാണ് ഇവിടെ ഈ ഒരു ഇജ്മാ രൂപപ്പെട്ടത് സങ്കല്പിക്കാം. ഈ ഖിയാസ് മുഖേനയാണ് ഈ ഇജ്മാ രൂപപ്പെട്ടത്. ഈ ഖിയാസ് ആണെങ്കിലോ ലന്നിയാണ് താനും. ലന്നിയായ ഒരു ഖിയാസ് മുഖേന ഒരു ഇജ്മാ രൂപപ്പെട്ടു. ഈ ഖിയാസിനെതിരായി ഇതിനേക്കാൾ അർജഹായ വേറൊരു ദലീൽ വന്നാൽ, വേറൊരു ദലീൽ കിട്ടിയാൽ, അർജഹായ വേറൊന്ന് വന്നാൽ ലന്നിയായ ഈ ഖിയാസിൻ്റെ മുഖാലഫത്ത് പറ്റുമല്ലോ. അങ്ങനെ ആകുമ്പോൾ അത് മുഖേന രൂപപ്പെട്ട ഇജ്മാഇൻ്റെയും മുഖാലഫത്ത് പറ്റുന്നു വരൂലേ. ഇജ്മാനാണെങ്കിൽ മുഖാലഫത്ത് പറ്റൂലല്ലോ. അതാണ് പോലും പറഞ്ഞത്. ഉജീബ, അതിന് മറുപടി മഹല്ലിമാം കൃത്യമായ മറുപടി ശരിക്കും മനസ്സിലാക്കി. കൃത്യമായ മറുപടി പറ്റൂല. ബിഅന്നഹു ഇന്നമാ യജൂസു മുഖാലഫത്തുൽ ഖിയാസി, ഖിയാസിനെ അർജഹായ, ഖിയാസ് ലന്നിയാണ്, അതുകൊണ്ട് അർജഹായ ഒരു സാധനം കിട്ടിയാൽ അതിൻ്റെ മുഖാലഫത്ത് പറ്റും എന്നൊക്കെ പറഞ്ഞത് ശരി തന്നെ. പക്ഷേ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, അത് ജായിസാവൽ ഇദാലം യുജ്മ അലാ മാ സബത ബിഹി, ആ ഖിയാസ് മുഖേന സ്ഥിരപ്പെട്ടതിൻ്റെ മേൽ ഇജ്മാ ആക്കപ്പെട്ടിട്ടില്ലെങ്കിലാണ്. അപ്പോൾ ഒരു ഖിയാസ് മുഖേന ഒരു സാധനം സ്ഥിരപ്പെട്ടു സങ്കല്പിക്കാം. ഖിയാസ് മുഖേന സാധനം സ്ഥിരപ്പെട്ടു, ആ ഖിയാസ് മുഖേന സ്ഥിരപ്പെട്ട ആ സാധനം ഇജ്മാ, അതിൻ്റെ മേൽ ഇജ്മാ ഉണ്ടായാൽ അപ്പോൾ ഇജ്മാഇൻ്റെ ദലീൽ എന്താ? ഈ ഖിയാസാണ്. അപ്പോൾ ഈ ഖിയാസിനേക്കാൾ അർജഹായ വേറൊന്ന് കിട്ടിയാൽ ഇതിൻ്റെ മുഖാലഫത്ത് പറ്റും. അപ്പോൾ ഇജ്മാഇൻ്റെ മുഖാലഫത്ത് ആകൂലേന്നാ അതിന് മഹല്ലിമാമിൻ്റെ മറുപടി. അർജഹായ ഒരു സാധനം വന്നാൽ ഖിയാസിൻ്റെ മുഖാലഫത്ത് പറ്റുമെന്ന് പറഞ്ഞത് ആ ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ട സാധനത്തുമ്പോൾ എന്തുണ്ടായിട്ടില്ല? ഇജ്മാ ഉണ്ടായിട്ടില്ലെങ്കിലാണ്. ഈ ഖിയാസ് മുഖേന ഇവിടെ ഒരു ഇജ്മാ രൂപപ്പെട്ടു സങ്കല്പിക്കാം. ഈ ഖിയാസ് മുഖേന സ്ഥിരപ്പെട്ട ഈ സാധനത്തുമ്മൽ ഇജ്മാ ഉണ്ടായി നിൽക്കുക. ഇനി ഈ ഖിയാസിനെ മുഖാലഫത്ത് ചെയ്യാൻ പറ്റൂല. അർജഹായത് ഒരു ദലീൽ കിട്ടിയാൽ മുഖാലഫത്ത് എന്ന അതവിടെ അവസാനിച്ചു. കാരണം ആ ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടതിൻ്റെ മേൽ ഇജ്മാ ഉണ്ടായി, ആ ബാബ് ക്ലോസ് ആയില്ല. ഇതാണ് മഹല്ലിമാമിൻ്റെ വളരെ കൃത്യമായ മറുപടി, വളരെ ആപ്റ്റാണ്. എന്നിട്ട് മഹല്ലിമാം ഒരു കാര്യം കൂടി പറയണം. നേരത്തെ ജവാസിനെ മന്ന് ചെയ്തു, വുഖൂവിനൊക്കെ മന്ന് ചെയ്തിരുന്നല്ലോ, ഉണ്ടായിട്ടില്ല. അവർക്കൊക്കെ ഒരു മറുപടി ഉണ്ടായിട്ടുണ്ട്, തെളിവ് പറഞ്ഞില്ല. വഖദ് ഉജ്മിഅ അലാ തഹരീമി ഷഹ്മിൽ ഖിൻസീർ, ഖിൻസീറിൻ്റെ ഷഹ്മ്
അത് ഹറാമാണെന്നതിൻ്റെ മേൽ ഇജ്മാ രൂപപ്പെട്ടിട്ടുണ്ട്, ഇജ്മാ ആയിട്ടുണ്ട്. ഖിയാസൻ അല ലഹ്മിഹി, ലഹ്മാണ് നസ്സായിട്ട് വാരിതായത്, അതിന്മേൽ ഖിയാസായിട്ട് ഖിയാസ് മുഖേന ഷഹ്മ് ഹറാമാണെന്ന് വന്നു, അതിന്മേൽ ഇജ്മാ ഉണ്ടായി. ഇജ്മാഇൻ്റെ മുസ്തനദ് ഖിയാസാണ്. വഅല ഇറാഖത്തി, ഇനി വേണം രണ്ടാമത്തത്, വഅല ഇറാഖത്തി നഹ്ബി സൈത്ത് ഇദാ വഖഅതു ഫീഹി ഫഅറ, സൈത്ത് പോലത്തെ എലി വീണാൽ, എലി വന്ന് ചാടിയാൽ അതിനെ ഒഴുക്കിക്കളയണം എന്നതിൻ്റെ മേൽ ഇജ്മാ ഉണ്ട്. ഖിയാസൻ അല സെംനി, സെംനിൽ എലി വീണ കഥയാണ് നസ്, അതിൻ്റെ മേൽ ഖിയാസ് കൊണ്ടാണ് ഈ മസ്അല, ഖിയാസ് മുഖേന രൂപപ്പെട്ട ഈ മസ്അലയുടെ മേൽ ഇജ്മാ രൂപപ്പെട്ടിട്ടുണ്ട്. ഇജ്മാഇൻ്റെ മുസ്തനദ് ഖിയാസാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഖിയാസ് മുഖേന ഇജ്മാ രൂപപ്പെടാം. ഖിയാസ് മുഖേന ഇജ്മാ രൂപപ്പെട്ടാൽ പിന്നെ ആ ഖിയാസിൻ്റെ മുഖാലഫത്ത് അർജഹായ മറ്റൊരു ദലീല് കൊണ്ട് ജായിസാവൂല. അതാണ് മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.